കുറച്ച് മുമ്പ് വൈറലായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയുടെ റെസിപ്പിയാണ്. ഇതും വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വേറൊന്നുമല്ല, നേപ്പാളുകാരുടെ സ്വന്തം ഒരു നേപ്പാളി ചുക്കാനി റെസിപ്പിയാണ്. ഇത് ചോറിലേക്ക് മാത്രമല്ല ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത്. അത് ഞാനിവിടെ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തൈരൊക്കെ നന്നായിട്ട് കട്ട ഉടച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട കുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിയിലൊന്ന് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഞാനൊരു ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കണ്ടിട്ട് കസൂരി മേത്തിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നത്. കസൂരി മേത്തി ഇല്ലയെന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, 1/4 ടീസ്പൂണൊക്കെ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നേപ്പാളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ചോറിലേക്ക് കറിയൊന്നും ഇല്ല, അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മടിയൊക്കെയുള്ള ടൈമിൽ പെട്ടെന്ന് അതും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചോറിലേക്ക് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.